അങ്ങനെ നമ്മുടെ വണ്ടിയുടെ 20ാമത്തെ ബർത്ത്ഡേ ആണ്. 15 വർഷം കഴിഞ്ഞപ്പോൾ റിന്യൂവൽ കഴിഞ്ഞു. ഇത് 20ാമത്തെ റിന്യൂവലിന് വേണ്ടി നമ്മൾ RTOന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം RTO വരും. ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കി നമുക്ക് പേപ്പർ തരേണ്ടതാണ്. പണിയെല്ലാം എടുപ്പിച്ച് നല്ല നീറ്റാക്കി കുട്ടപ്പനാക്കി കൊണ്ടുവന്നാണ് നമ്മൾ. വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ നമ്മൾ പണിയൊക്കെ എടുപ്പിച്ച് പോളിഷൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി നീറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ റിന്യൂവലിന് മാത്രമല്ല, അല്ലെങ്കിൽ ഞാനിങ്ങനെ വണ്ടി കൊണ്ടുനടക്കുള്ളൂ. എപ്പോഴും ഈ ഒരു രീതിയിൽ തന്നെ കൊണ്ടുനടക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് ഞാൻ കൊണ്ടുനടക്കാറുള്ളൂ. റിന്യൂവലിന് വേണ്ടി എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും വന്നില്ല. ഒന്ന് പോളിഷ് ചെയ്യേണ്ട മാത്രമേ വന്നിട്ടുള്ളൂ. എന്തായാലും RTO വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്കറിയാം എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത്. ഈ കാണുന്ന വണ്ടികളെല്ലാം ഇപ്പോൾ റിന്യൂവലിന് വേണ്ടി വന്നിരിക്കുന്നതാണ്. പല പേപ്പർ വർക്കിനൊക്കെ ആയിട്ട് വന്നിരിക്കുന്നതാണ്. ആ കൂട്ടത്തിൽ ഇതാ നമ്മുടെ പുലിക്കുട്ടിയും കൂടെ കിടക്കുന്നുണ്ട്. ഇവരൊക്കെ റിന്യൂവൽ 15 വർഷം 20 വർഷത്തൊക്കെ റിന്യൂവൽ വന്നിരിക്കുന്നതാണ്. ഇവിടെ കണ്ട ഒരു MIT ഉണ്ടോ, ഇതും പണിയൊക്കെ എടുപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ വളരെ കൗതുകം തോന്നി. ഇവരൊക്കെ പൊന്നുപോലെ കൊണ്ടുനടക്കുന്ന വണ്ടിയായിരിക്കും ഇതൊക്കെ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിന്യൂവൽ എടുത്ത് നീറ്റാക്കി കൊണ്ടുനടക്കുന്നത്. 20 വർഷം ഏതൊക്കെ വഴികൾ, ഏതൊക്കെ നാടുകളും മലകളും കുന്നുകളും താണ്ടി ഇതിലേക്ക് പോയിട്ടുണ്ട് അല്ലേ. ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അത്രയും വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്. കർണാടക, തമിഴ്നാട്, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങൾ. അപ്പം നമ്മുടെ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു. നമുക്ക് പേപ്പറൊക്കെ ഓക്കെ ആയി കിട്ടി. ഫിറ്റ്നസ് ഒക്കെ ഓക്കെ എന്ന് പറഞ്ഞത്. ആദ്യമൊക്കെ നമ്മുടെ വണ്ടി കണ്ടിട്ട് ഒരുപാട് ഇഷ്ടം തോന്നി. അവർ നല്ല പ്രോത്സാഹനം തന്നെ വണ്ടി ഇങ്ങനെ കൊണ്ടുനടക്കുന്നതിന്. അപ്പം ഇനി നമ്മുടെ ജൈത്രയാത്ര തുടരുകയാണ്. ഇനി ഒരുപാട് യാത്രകൾ പോകും. നിങ്ങളും കൂടെ ഉണ്ടാവില്ലേ? അപ്പം ഇനി 5 വർഷത്തേക്ക് നമുക്ക് നോക്കണ്ട. ഓക്കെ.